ഹായ്, എനിക്ക് ഡ്രൈഡയുടെ കുറച്ച് പ്രോഡക്റ്റ്സുകൾ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ? ഒരുപാട് സന്തോഷത്തോടു കൂടി അവരെനിക്ക് തന്ന ഗിഫ്റ്റ്, അത് എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആങ്സൈറ്റി എനിക്കുണ്ടായിരുന്നു. ഇത് അവരുടെ സ്വീറ്റ് പൊട്ടറ്റോ പൗഡറാണ്. ഇത് നമുക്ക് പാലിൽ കലക്കി യൂസ് ചെയ്യാവുന്നതാണ്, ഹെൽത്തിന് നല്ലതാണ്. വേറൊരു വെറൈറ്റി ആയിട്ട് വരുന്നത് ഗാർലിക് പൗഡറാണ്. അതുപോലെ തന്നെ ജിഞ്ചർ പൗഡറും ഉണ്ട്. ഇത് നമുക്ക് സാധാരണ നമ്മൾ പേസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇനി കറികൾ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ പൗഡേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് കറികൾ ഉണ്ടാക്കാം. ഇതിലാകുമ്പോഴത്തേക്കും നാച്ചുറലായിട്ട് വന്നേക്കുന്നതായതുകൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേരാതെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അടുത്തൊരു പാക്കറ്റ് വന്നേക്കുന്നത് മുഴുവനും മസാലപ്പൊടി ഐറ്റംസുകളാണ്. അതായത് ഒരു വീട്ടിലേക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ അതിലേക്ക് സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് അവരുടെ ഒരു ബീട്രൂട്ട് പൗഡർ ഉണ്ടായിരുന്നു. സാധാരണ ബീട്രൂട്ട് പൗഡർ ഫേസിൽ യൂസ് ചെയ്താണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളെങ്കിലും ഇത് കേട്ടപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. കാര്യം ഈ ബീട്രൂട്ട് പൗഡർ പാലിൽ കലക്കി കുടിച്ചെന്നാൽ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അതായത് നമുക്ക് ബ്ലഡ് കൂടുതലായിട്ടുണ്ടാവും. സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഹെൽത്തിന് ഇത് ഏറ്റവും നല്ലതാണ്. ജിഞ്ചറും ഗാർലിക്കും അവരുടെ മെഷീനിൽ ഉണക്കി പൊടിച്ച് വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ചുക്ക് കാപ്പി ഇടുന്ന സമയത്താണെങ്കിലും ഈ ജിഞ്ചർ പൗഡർ ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്താൽ മതിയാവും. ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇതിനായിട്ട് വേറെ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ജിഞ്ചർ വെച്ചിട്ടുള്ള എല്ലാ കറികളിലും നമുക്ക് ഈ പൗഡർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗാർലിക് ആണെങ്കിലും. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്കിത് ഗിഫ്റ്റായിട്ട് തന്ന ഡ്രൈഡയുടെ കൂട്ടുകാരികളോട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.